മഹാനവമി ദിനമാണ്. പക്ഷേ ആയുധമൊന്നും ആരും താഴെ വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പ്രതിഷേധം തുടരുകയാണ്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ വീണ്ടും ഫ്ലക്സ്. കുര്യാത്തി ശിവാനന്ദ വിലാസം കരയോഗത്തിലെ വനിതാ കൂട്ടായ്മയാണ് ഫ്ലക്സ് വെച്ചത്. കട്ടപ്പയെന്ന് വിളിച്ചാണ് ഇന്നും പരിഹാസം. ജനറൽ സെക്രട്ടറി ഒരു വഞ്ചകനാണെന്ന് തിരിച്ചറിഞ്ഞില്ലെന്നും ഫ്ലക്സിലുണ്ട്. ഗോപാൽ ഷീലാസനൽ നമുക്കൊപ്പം. ഗോപാൽ ഷീലാസനൽ, ഗുഡ് മോർണിംഗ്. സാധാരണ കരയോഗാംഗങ്ങളുടെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോൾ മഹിളാ സമാജവും രംഗത്തിറങ്ങുകയാണോ? എപ്പോഴാണ് ഈ ഫ്ലക്സ് വെച്ചത്? സുജയ, ഇന്ന് രാവിലെയാണ് ഈ ഫ്ലെക്സ് സ്ഥാപിച്ചത്. കുര്യാത്തിയിലെ 1781 നമ്പർ ശിവാനന്ദ വിലാസം കരയോഗത്തിലെ വനിതാ കൂട്ടായ്മയുടെ പേരിലാണ് ഈ ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് അതിൽ പറയുന്നത് സുകുമാരൻ നായരെ കള്ളബെടുവ എന്ന കട്ടപ്പ എന്ന വാചകമാണ് അതിൽ വലിയ അക്ഷരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് പിന്നിൽ നിന്ന് കുത്തിയയാളെന്ന അർത്ഥത്തിൽ കട്ടപ്പയെന്നും കള്ള എന്നും ആരോപിച്ചുകൊണ്ട് ഈ ഫ്ലെക്സിൽ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശമുണ്ടായിരിക്കുന്നു. 2018 ഈ കപട സർക്കാരിനെതിരെ എന്തിനാണ് നാമജപ ഘോഷയാത്രയുടെ പേരിൽ സ്ത്രീകളായ വീട്ടമ്മമാരെ തെരുവിലേക്ക് വലിച്ചിഴച്ചത് എന്ന് ഈ ഫ്ലക്സിൽ ചോദിച്ചിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇത്ര കാലവും തങ്ങൾക്കറിയില്ലായിരുന്നു NSSന്റെ ജനറൽ സെക്രട്ടറി ഒരു വഞ്ചകനായിരുന്നുവെന്നും അതിൽ തങ്ങൾ ഖേദിക്കുന്നുവെന്നും വനിതാ കൂട്ടായ്മയുടെ പേരിൽ വെച്ചിരിക്കുന്ന ഫ്ലെക്സിൽ പറയുന്നു. അതിനോടൊപ്പം തന്നെ സുകുമാരൻ നായരുടെ മകൾക്കും മരുമകനുമെതിരായ ആരോപണങ്ങളും ഈ ഫ്ലെക്സിലുണ്ട്. മകൾക്കും മരുമകനും എതിരായി ഒരു ഹൈക്കോടതി വക്കീൽ വെളിപ്പെടുത്തലുകൾ, ആരോപണങ്ങൾ, അതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് ജനറൽ സെക്രട്ടറി മറുപടി പറയേണ്ടതായിരിക്കുന്നു. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലേക്കൊരു നയത്തിൽ NSS എത്തിയത് എന്ന് മറുപടി പറയണം. അതിനോടൊപ്പം തന്നെ മൗനികളായ നട്ടലില്ലാത്ത കരയോഗക്കാർ ഇനി സാധാരണക്കാരായ നായർമാരുടെ വീടിന് പടി ചവിട്ടാൻ അനുവദിക്കില്ല എന്നും ഈ ഫ്ലെക്സ് ബോർഡിൽ പറയുന്നു. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധമാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ അദ്ദേഹത്തിനെതിരെ പലയിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായി. അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചു, ശരണം വിളിച്ച് പ്രതിഷേധിച്ചു. അങ്ങനെ പല വിധത്തിൽ തലസ്ഥാന ജില്ലയിൽ സുകുമാരൻ നായർക്കെതിരായുള്ള പ്രതിരോധം രൂക്ഷമാകുന്നു. അതിന്റെ തുടർച്ചയാണ് ഈ വനിതാ കൂട്ടായ്മ. നാമജപ ഘോഷയാത്രയെ ആയുധമാക്കിയാണ് ഇപ്പോൾ ഈ നിമിഷം ഇത്തരത്തിൽ വനിതാ കൂട്ടായ്മയുടെ പേരിലൊരു ഫ്ലെക്സ് ബോർഡ് ഉണ്ടായിരിക്കുന്നത്. സുജിയ. ഓക്കെ, വിവരങ്ങൾ നൽകിയത് ഗോപാൽ ഷീലാസനലാണ് തിരുവനന്തപുരത്ത് നിന്ന്.